മിനിറ്റ് മാജിക്. 30 ദിവസം കൊണ്ട് ജീവിതം മാറ്റിമറിക്കാം. എല്ലാ ദിവസവും ഒരേ ദിനചര്യ, ഒരേ വിരസത, ഒരേ ചിന്തകൾ, ഒടുവിൽ ഒരേ നിരാശകൾ. പുതുവർഷത്തിന്റെ ആദ്യ നാളുകളിലോ ഏതെങ്കിലും മോട്ടിവേഷണൽ വീഡിയോകൾ കാണുമ്പോഴോ നമ്മൾ വലിയ തീരുമാനങ്ങൾ എടുക്കും. നാളെ മുതൽ ഞാൻ 2 മണിക്കൂർ ജിമ്മിൽ പോകും, ദിവസവും ഒരു പുസ്തകം വായിച്ചു തീർക്കും. 1-2 ദിവസത്തെ ആവേശത്തിന് ശേഷം നമ്മൾ പഴയ അലസതയിലേക്ക് തന്നെ മടങ്ങിയെത്തും. മനഃശാസ്ത്രജ്ഞർ ഇതിനെ വിളിക്കുന്നത് ബിഹേവിയറൽ റെസിസ്റ്റൻസ് എന്നാണ്. നമ്മുടെ തലച്ചോറിന് പെട്ടെന്നുണ്ടാകുന്ന വലിയ മാറ്റങ്ങളെ ഭയമാണ്. നിങ്ങൾ പെട്ടെന്ന് ഒരു ദിവസം നിങ്ങളുടെ ദിനചര്യ പൂർണ്ണമായി മാറ്റാൻ നോക്കുമ്പോൾ തലച്ചോർ അതിനെ ഒരു ഭീഷണിയായി കാണുകയും നിങ്ങളെ പഴയ സുരക്ഷിത വലയത്തിലേക്ക്, കംഫർട്ട് സോണിലേക്ക് തന്നെ തിരികെ വലിച്ചിടുകയും ചെയ്യും. ദിവസവും വെറും 10 മിനിറ്റ്, അങ്ങനെ 30 ദിവസത്തേക്ക് എന്ന ലളിതമായ സമവാക്യമാണ് ഇവിടെ മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിനെ മനഃശാസ്ത്ര ശാസ്ത്രശാഖയിൽ മൈക്രോ ഹാബിറ്റ്സ് അല്ലെങ്കിൽ അറ്റോമിക് ഹാബിറ്റ്സ് എന്ന് വിളിക്കുന്നു. ദിവസവും 10 മിനിറ്റ് നിങ്ങൾ ഒരു കാര്യത്തിനായി ബോധപൂർവം മാറ്റിവെക്കുമ്പോൾ തലച്ചോറിന് അതൊരു വലിയ ഭാരമായി തോന്നില്ല. എന്നാൽ 30 ദിവസം കഴിയുമ്പോൾ ആ 10 മിനിറ്റുകൾ നിങ്ങളുടെ ഉപബോധ മനസ്സിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞിട്ടുണ്ടാകും. നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ ഒരു പുതിയ മനുഷ്യനായി പരിണമിക്കും. ഇതിൽ നിന്നും ഓരോ മാസവും നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ള 2-3 ശീലം മാത്രം തിരഞ്ഞെടുക്കുക. അത് 30 ദിവസത്തേക്ക് ദിവസവും 10 മിനിറ്റ് വീതം ചെയ്യുക. നിങ്ങൾ ഒരു പുതിയ മാറ്റത്തിന് തയ്യാറാണെങ്കിൽ നമുക്ക് ഈ യാത്ര ആരംഭിക്കാം. ബുദ്ധിയും വിജ്ഞാനവും വളർത്താൻ. 1-ാം ദിവസം മുതൽ 7-ാം ദിവസം വരെ. നമ്മുടെ വ്യക്തിത്വത്തിന്റെ നിയന്ത്രണ കേന്ദ്രം നമ്മുടെ തലച്ചോറാണ്. ഒരു കമ്പ്യൂട്ടറിന്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്നത് പോലെ നമ്മുടെ ബുദ്ധിയെയും വിജ്ഞാനത്തെയും നിരന്തരം നവീകരിക്കേണ്ടതുണ്ട്. ദിവസവും വെറും 10 മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ അറിവിന്റെ അതിരുകൾ എങ്ങനെ വികസിപ്പിക്കാമെന്ന് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. നോൺ ഫിക്ഷൻ വായനയുടെ മാജിക്. റീഡ് 10 മിനിറ്റ്സ് ഡെയിലി. ലോകത്തിലെ ഏറ്റവും വലിയ വിജയികളിൽ കാണാൻ കഴിയുന്ന പൊതുവായ ഒരേ ഒരു ശീലം വായനയാണ്. പലരും പറയാറുണ്ട്, എനിക്ക് വായന ഇഷ്ടമാണ്, പക്ഷേ അതിനുള്ള സമയം കിട്ടാറില്ല എന്ന്. ഇവിടെ നമ്മൾ നമ്മുടെ ലക്ഷ്യത്തെ വളരെ ചെറുതാക്കാൻ പോവുകയാണ്. വെറും 10 മിനിറ്റ് വായന. ഒരു സാധാരണ മനുഷ്യന് 10 മിനിറ്റ് കൊണ്ട് ഒരു പുസ്തകത്തിന്റെ 2 അല്ലെങ്കിൽ 3 പേജുകൾ വളരെ എളുപ്പത്തിൽ വായിക്കാൻ പറ്റും. ഒരു ദിവസം 3 പേജ് വായിക്കുകയാണെങ്കിൽ 30 ദിവസങ്ങൾ, ഒരു മാസം കൊണ്ട് 90 പേജുകൾ വായിക്കാം. 90 പേജുകൾ വായിക്കുകയാണെങ്കിൽ 12 മാസങ്ങൾ, ഒരു വർഷം കൊണ്ട് 1080 പേജുകൾ വായിക്കാം. ഒരു വർഷം കൊണ്ട് നിങ്ങൾ ഏകദേശം 5 മുതൽ 6 വരെ നല്ല സെൽഫ് ഹെൽപ്പ് ബുക്സ് വായിച്ചു തീർക്കും. ഒരു പുസ്തകം എഴുതാൻ അതിന്റെ രചയിതാവിന് വർഷങ്ങളുടെ അനുഭവ സമ്പത്തും ഗവേഷണവും ആവശ്യമായി വന്നിട്ടുണ്ടാകും. ദിവസവും 10 മിനിറ്റ് വായിക്കുന്നതിലൂടെ നിങ്ങൾ മറ്റൊരാളുടെ ജീവിതകാലത്തെ അറിവാണ് വളരെ ലളിതമായി സ്വന്തമാക്കുന്നത്. ഇതെങ്ങനെ പ്രാവർത്തികമാക്കാം? പുസ്തകം ദൃശ്യമാക്കുക. നിങ്ങൾ എപ്പോഴും ഇരിക്കുന്ന മേശയുടെ അടുത്തോ കിടക്കയ്ക്കരികിലോ പുസ്തകം വെക്കുക. കണ്ണിനു മുന്നിൽ കാണുമ്പോൾ തലച്ചോർ അത് വായിക്കാൻ പ്രേരിപ്പിക്കും. നിശ്ചിത സമയം. രാവിലെ ചായ കുടിക്കുമ്പോഴോ അല്ലെങ്കിൽ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് തൊട്ടു മുമ്പോ ഉള്ള 10 മിനിറ്റ് ഇതിനായി മാറ്റിവെക്കുക. തുടക്കം ജെയിംസ് ക്ലിയറുടെ അറ്റോമിക് ഹാബിറ്റ്സ് അല്ലെങ്കിൽ ഡെയിൽ കാർണഗിയുടെ ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ പോലുള്ള ലളിതമായ പുസ്തകങ്ങളിൽ നിന്ന് ആരംഭിക്കുക. യാത്രാ സമയങ്ങളെ അറിവാക്കി മാറ്റാം. ലിസൺ ടു പോഡ്കാസ്റ്റ് ഓർ ഓഡിയോ ബുക്സ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സമയം കളയുന്നത് യാത്രകളിലാണ്. ഈ ഡെഡ് ടൈം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ഉത്പാദനക്ഷമമായ സമയമാക്കി മാറ്റാൻ കഴിയും. ഇന്ന് ലോകമെമ്പാടും വലിയ തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് പോഡ്കാസ്റ്റുകൾ. ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയത്തെക്കുറിച്ച് വിദഗ്ധരായ ആളുകൾ നടത്തുന്ന ചർച്ചകളാണ് പോഡ്കാസ്റ്റുകൾ. അതുപോലെ തന്നെ പുസ്തകങ്ങൾ വായിക്കാൻ മടിയുള്ളവർക്ക് അവ കേൾക്കാൻ സഹായിക്കുന്നതാണ് ഓഡിയോ ബുക്കുകൾ. ദിവസവും നിങ്ങളുടെ യാത്രയിലെ വെറും 10 മിനിറ്റ് വിനോദങ്ങൾക്ക് പകരം ഇത്തരം അറിവ് നൽകുന്ന ഉള്ളടക്കങ്ങൾ കേൾക്കാനായി മാറ്റിവെക്കുക. നിങ്ങൾ ദിവസവും 10 മിനിറ്റ് വീതം ഓഡിയോ ബുക്കുകൾ കേൾക്കുകയാണെങ്കിൽ
ഒരു വർഷം കൊണ്ട് വലിയൊരു ലൈബ്രറിയിലെ അറിവുകൾ നിങ്ങളുടെ തലച്ചോറിലേക്ക് എത്തിച്ചേരും. ഇത് നിങ്ങളുടെ ചിന്താഗതിയെ കൂടുതൽ ഗൗരവമുള്ളതും അറിവുള്ളതുമാക്കി മാറ്റും. നിങ്ങളുടെ വാക്കുകൾക്ക് കൂടുതൽ മൂല്യമുണ്ടാകും. ദിവസവും 5 പുതിയ വാക്കുകൾ. ലേൺ എ ന്യൂ ലാംഗ്വേജ്. ഭാഷ വെറുമൊരു ആശയവിനിമയ ഉപാധി മാത്രമല്ല, അത് തലച്ചോറിന്റെ ശേഷി വർദ്ധിപ്പിക്കുന്ന മികച്ച വ്യായാമം കൂടിയാണ്. ഒന്നിലധികം ഭാഷകൾ സംസാരിക്കാൻ അറിയുന്ന ആളുകളുടെ തലച്ചോർ മറ്റുള്ളവരെക്കാൾ കൂടുതൽ സജീവമായിരിക്കുമെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിനെ കോഗ്നിറ്റീവ് ഫ്ലെക്സിബിലിറ്റി എന്ന് വിളിക്കുന്നു. പുതിയ ഭാഷ പഠിക്കുക എന്ന് പറയുമ്പോൾ ഭയപ്പെടേണ്ടതില്ല. വലിയ ഗ്രാമർ ക്ലാസുകളിൽ പോകാനൊന്നും ആരും പറയുന്നില്ല. ദിവസവും വെറും 10 മിനിറ്റ് കൊണ്ട് ഒരു പുതിയ ഭാഷയിലെ 5 വാക്കുകൾ മാത്രം പഠിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. 30 ദിവസത്തെ ഭാഷാ ചാലഞ്ച്. ഇന്ന് നമ്മുടെ കയ്യിൽ സ്മാർട്ട് ഫോണുകളുണ്ട്. അതിൽ ഡ്യുവോലിംഗോ, ബുസു പോലുള്ള നൂതനമായ ആപ്പുകൾ തികച്ചും സൗജന്യമായി ലഭ്യമാണ്. ഈ ആപ്പുകൾ രസകരമായാണ് ഭാഷകൾ പഠിപ്പിക്കുന്നത്. ദിവസവും 5 പുതിയ വാക്കുകൾ പഠിക്കുകയാണെങ്കിൽ 30 ദിവസങ്ങൾ കൊണ്ട് 150 പുതിയ വാക്കുകൾ പഠിക്കാം. ഒരു മാസം കൊണ്ട് 150 പുതിയ വാക്കുകൾ പഠിക്കുക എന്നാൽ ആ ഭാഷയിലെ അടിസ്ഥാനപരമായ പല കാര്യങ്ങളും നമുക്ക് മെച്ചപ്പെടുത്താൻ സാധിക്കും, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും. അത് ഇംഗ്ലീഷ് ആശയവിനിമയം മെച്ചപ്പെടുത്താൻ വേണ്ടിയാകാം, അല്ലെങ്കിൽ ഹിന്ദി, തമിഴ്, ജർമ്മൻ, ഫ്രഞ്ച് പോലുള്ള പുതിയ ഭാഷകൾ പഠിക്കാനാകാം. പുതിയൊരു ഭാഷ പഠിക്കുന്നത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക മാത്രമല്ല, കരിയറിൽ വലിയ അവസരങ്ങൾ തുറന്നു നൽകുകയും ചെയ്യും. റീലുകളിൽ നിന്നും ഡോക്യുമെന്ററികളിലേക്ക്. വാച്ച് ഹൈ ക്വാളിറ്റി ഡോക്യുമെന്ററീസ്. ഇന്ന് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇൻഫർമേഷൻ പൊല്യൂഷൻ ആണ്. സോഷ്യൽ മീഡിയയിൽ വരുന്ന 15 സെക്കൻഡ് റീലുകളും ട്രോളുകളും നമ്മുടെ തലച്ചോറിനെ ഉത്തേജിപ്പിക്കും എങ്കിലും അവ യാതൊരുവിധ അറിവും നൽകുന്നില്ല. അവ നമ്മുടെ ശ്രദ്ധയെ, അറ്റൻഷൻ സ്പാനിനെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് പകരമായി ദിവസവും 10 മിനിറ്റ് ഉയർന്ന നിലവാരമുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകളോ ഡോക്യുമെന്ററികളോ കാണാനായി മാറ്റിവെക്കുക. വിഷ്വൽ ലേണിംഗിന്റെ പ്രാധാന്യം. മനുഷ്യന്റെ തലച്ചോർ ചിത്രങ്ങളിലൂടെയും ദൃശ്യങ്ങളിലൂടെയും കാര്യങ്ങൾ വളരെ പെട്ടെന്ന് പഠിച്ചെടുക്കും. താഴെ പറയുന്ന വിഷയങ്ങളിലുള്ള 10 മിനിറ്റ് ദൈർഘ്യമുള്ള ചെറു വീഡിയോകൾ നമുക്ക് കാണാവുന്നതാണ്. ചരിത്രത്തിലാണെങ്കിൽ ലോകമഹായുദ്ധങ്ങൾ, പ്രാചീന സംസ്കാരങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിജ്ഞാനപ്രദമായ ചാനലുകൾ കാണാം. ശാസ്ത്രത്തിലാണെങ്കിൽ പ്രപഞ്ചം, ബഹിരാകാശം, മനുഷ്യ ശരീരത്തിന്റെ രഹസ്യങ്ങൾ തുടങ്ങിയവ. ഭൂമിശാസ്ത്രത്തിലാകട്ടെ ലോകത്തിലെ വ്യത്യസ്തമായ രാജ്യങ്ങൾ, അവിടുത്തെ സംസ്കാരങ്ങൾ, പ്രകൃതി ഭംഗി എന്നിവയൊക്കെ. ഇത് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ അറിവ് ഒരുപാട് വർദ്ധിക്കും. സാമ്പത്തിക സാക്ഷരത സ്വന്തമാക്കാം. ഫിനാൻഷ്യൽ ലിറ്ററസി. നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം നമ്മളെ എങ്ങനെ പണം സമ്പാദിക്കണം എന്ന് പഠിപ്പിക്കാറുണ്ടെങ്കിലും സമ്പാദിച്ച പണം എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് നമുക്ക് ഒരാളും പഠിപ്പിച്ചു തരുന്നില്ല. അതുകൊണ്ടാണ് വലിയ ശമ്പളം വാങ്ങുന്നവർ പോലും പലപ്പോഴും കടക്കെണിയിലാകുന്നത്. പണത്തെക്കുറിച്ചുള്ള കൃത്യമായ അറിവിനെയാണ് സാമ്പത്തിക സാക്ഷരത എന്ന് പറയുന്നത്. 5-ാമത്തെ ദിവസം നമ്മൾ ശീലമാക്കുന്നത് ദിവസവും 10 മിനിറ്റ് പണത്തിന്റെ നിയമങ്ങളെക്കുറിച്ച് പഠിക്കുക എന്നതാണ്. പണത്തിനായി ജോലി ചെയ്യുന്നവരാകരുത് നിങ്ങൾ. പണത്തെ നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യിക്കാൻ പഠിക്കുക. പഠിക്കേണ്ട കാര്യങ്ങൾ: ബജറ്റിംഗ്, നിങ്ങളുടെ വരുമാനവും ചെലവും എങ്ങനെ കൃത്യമായി പ്ലാൻ ചെയ്യാം എന്ന് പഠിക്കാം. നിക്ഷേപങ്ങൾ, ഇൻവെസ്റ്റ്മെന്റ്സ്, മ്യൂച്വൽ ഫണ്ടുകൾ, ഓഹരി വിപണി, സ്ഥിര നിക്ഷേപങ്ങൾ എന്നിവ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് പഠിക്കാം. കടങ്ങൾ ഒഴിവാക്കൽ, ക്രെഡിറ്റ് കാർഡുകളുടെയും ലോണുകളുടെയും കെണികളിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്ന് പഠിക്കാം. ദിവസവും 10 മിനിറ്റ് സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചുള്ള ലേഖനങ്ങളോ ബ്ലോഗുകളോ വായിക്കുക. റോബർട്ട് കിയോസാക്കിയുടെ റിച്ച് ഡാഡ് പുവർ ഡാഡ് പോലുള്ള പുസ്തകങ്ങളുടെ സമഗ്ര രൂപം വായിക്കുകയോ കേൾക്കുകയോ ചെയ്യാം. ഈ പുസ്തകത്തിന്റെ ആസ്വാദനം നമ്മുടെ ചാനലിലുണ്ട്. കേൾക്കാത്തവർ കേൾക്കുമല്ലോ. സാമ്പത്തിക അറിവുകൾ നേടുന്നത് വഴി ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന വലിയ സാമ്പത്തിക നഷ്ടങ്ങളിൽ നിന്നും നിങ്ങൾക്ക് സ്വയം രക്ഷപ്പെടാൻ സാധിക്കും. വാക്കിന്റെ ശക്തി. പദസമ്പത്ത് വർദ്ധിപ്പിക്കാം. ലേൺ എ ന്യൂ വേർഡ് ആൻഡ് മീനിങ്.
നിങ്ങൾ സംസാരിക്കുന്ന രീതിയാണ് നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ അടയാളം. നല്ല പദസമ്പത്തുള്ള വൊക്കാബുലറിയുള്ള ഒരാൾ സംസാരിക്കുമ്പോൾ മറ്റുള്ളവർ അത് വളരെ ശ്രദ്ധയോടെ കേട്ടിരിക്കും. നേരെ മറിച്ച് വാക്കുകൾ കിട്ടാതെ തപ്പുന്ന ഒരാളുടെ ആത്മവിശ്വാസം പെട്ടെന്ന് തന്നെ കുറഞ്ഞു പോകും. പദസമ്പത്തിന്റെ മനഃശാസ്ത്രം. നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകൾ നിങ്ങളുടെ ചിന്തകളെ സ്വാധീനിക്കുന്നുണ്ട്. എപ്പോഴും എനിക്ക് സങ്കടമാണ് എന്ന് പറയുന്നതിനു പകരം ഞാൻ അല്പം അസ്വസ്ഥനാണ് എന്ന് പറയുമ്പോൾ ആ വികാരത്തിന്റെ തീവ്രത കുറയുന്നു. ദിവസവും ഒരു പുതിയ വാക്ക് തിരഞ്ഞെടുക്കുക, അതിന്റെ അർത്ഥം മനസ്സിലാക്കുക. ആ വാക്ക് ഉപയോഗിച്ച് 3 വ്യത്യസ്ത വാക്യങ്ങൾ സ്വന്തമായി ഉണ്ടാക്കുക. അത് സുഹൃത്തുക്കളോടോ സഹപ്രവർത്തകരോടോ സംസാരിക്കാൻ ഉപയോഗിക്കുക. 30 ദിവസം കൊണ്ട് 30 പുതിയ അദ്ഭുത വാക്കുകൾ നിങ്ങളുടെ കയ്യിലുണ്ടാകും. ഇത് എഴുതുമ്പോഴും സംസാരിക്കുമ്പോഴും നിങ്ങളുടെ നിലവാരം വൻതോതിൽ ഉയർത്താൻ സഹായിക്കും. വിവേകമുള്ള ചിന്തകൾ. ഫിലോസഫി പരിചയപ്പെടാം. റീഡ് ഫിലോസഫി ഓർ വിസ്ഡം. ലോകത്തിലെ ഏറ്റവും വലിയ തത്വചിന്തകരുടെ ഫിലോസഫേഴ്സിന്റെ ചിന്തകളെക്കുറിച്ച് മനസ്സിലാക്കാം. ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ തളർന്നു പോകാതിരിക്കാൻ ഇത്തരം ചിന്തകൾ ഒരു കാവലായി നിൽക്കും. പ്രത്യേകിച്ചും സ്റ്റോയിസിസം പോലുള്ള ഫിലോസഫികൾ ഇന്നത്തെ കാലത്ത് ജീവിക്കുന്ന മനുഷ്യർക്ക് അത്യന്താപേക്ഷിതമാണ്. നിയന്ത്രണത്തിന്റെ അതിരുകൾ. സ്റ്റോയിക് തത്വചിന്തയിലെ പ്രധാനപ്പെട്ട ഒരാശയമുണ്ട്. ലോകത്തിലെ കാര്യങ്ങളെ രണ്ടായി തിരിക്കാം. നമ്മുടെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങൾ, നമ്മുടെ ചിന്തകൾ, പ്രവർത്തികൾ, നമ്മുടെ പ്രതികരണങ്ങൾ. നമ്മുടെ നിയന്ത്രണത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ, മറ്റുള്ളവരുടെ സ്വഭാവം, കാലാവസ്ഥ, ഭൂതകാലം, ഭാവി. നിയന്ത്രണത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ ഓർത്ത് വിഷമിക്കാതിരിക്കുക. ദിവസവും 10 മിനിറ്റ് മഹത് വ്യക്തികളുടെ വചനങ്ങളും ചിന്തകളും വായിക്കുക. ഇത് നമ്മുടെ മനസ്സിന് വലിയൊരു പക്വത നൽകും. ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ദേഷ്യപ്പെടുന്ന, വിഷമിക്കുന്ന സ്വഭാവം മാറ്റി കാര്യങ്ങളെ കൂടുതൽ വിവേകത്തോടെ കാണാൻ ഈ ശീലം നിങ്ങളെ പ്രാപ്തനാക്കും. 2ാം ഭാഗം, മാനസിക വ്യക്തതയ്ക്കും സമാധാനത്തിനും. 8ാം ദിവസം മുതൽ 14ാം ദിവസം വരെ. നമ്മുടെ ബുദ്ധിശക്തി വർദ്ധിപ്പിച്ചതിന് ശേഷം നമ്മൾ അടുത്തതായി ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് മാനസികാരോഗ്യത്തിലാണ്. ഇന്നത്തെ അതിവേഗ ലോകത്ത് ഉത്കണ്ഠ അഥവാ ആങ്സൈറ്റി, അനാവശ്യ ചിന്തകൾ, ഓവർ തിങ്കിങ്, മാനസിക സമ്മർദ്ദം, സ്ട്രെസ് എന്നിവ അനുഭവിക്കാത്തവർ ചുരുക്കമാണ്. ദിവസവും വെറും 10 മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ മനസ്സിനെ എങ്ങനെ ശാന്തമാക്കാമെന്നും മാനസിക വ്യക്തത കൈവരിക്കാമെന്നും നോക്കാം. ധ്യാനത്തിന്റെ ശാന്തത. 10 മിനിറ്റ് മെഡിറ്റേഷൻ. ധ്യാനം നിങ്ങളുടെ തലച്ചോറിന് നൽകുന്ന ലളിതമായൊരു വിശ്രമമാണ്. ദിവസം മുഴുവൻ പലവിധ ചിന്തകളാൽ കലുഷിതമായ നമ്മുടെ മനസ്സിനെ ഒരു നിശ്ചിത ബിന്ദുവിലേക്ക് തിരികെ കൊണ്ടുവരുന്ന വ്യായാമമാണിത്. നമ്മൾ ധ്യാനിക്കുമ്പോൾ തലച്ചോറിലെ സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോൾ കുറയുകയും സന്തോഷം നൽകുന്ന സെറട്ടോണിൻ വർദ്ധിക്കുകയും ചെയ്യുന്നു. ദിവസവും വെറും 10 മിനിറ്റ് മാത്രം ഇതിനായി മാറ്റിവെക്കാം. ശാന്തമായ ഒരു സ്ഥലത്ത് നട്ടെല്ല് നിവർത്തി ഇരിക്കുക. കണ്ണുകൾ അടച്ച് നിങ്ങളുടെ ശ്വാസോച്ഛ്വാസത്തിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ശ്വാസം അകത്തേക്ക് എടുക്കുമ്പോഴും പുറത്തേക്ക് വിടുമ്പോഴും ശരീരം എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് നിരീക്ഷിക്കുക. ഈ സമയത്ത് മനസ്സിലേക്ക് അനാവശ്യ ചിന്തകൾ കയറി വരുന്നത് സ്വാഭാവികമാണ്. അതിൽ വിഷമിക്കേണ്ടതില്ല. ആ ചിന്തകളെ കുറ്റപ്പെടുത്താതെ വീണ്ടും നിങ്ങളുടെ ശ്രദ്ധ ശ്വാസത്തിലേക്ക് തന്നെ തിരികെ കൊണ്ടുവരിക. തുടക്കത്തിൽ 10 മിനിറ്റ് ഒരേ ഇരിപ്പ് ഇരിക്കാൻ ബുദ്ധിമുട്ടായി തോന്നാം. എന്നാൽ 30 ദിവസം ഇത് തുടരുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കഴിവ്, ഫോക്കസ് വൻതോതിൽ വർദ്ധിക്കുകയും പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവം ഇല്ലാതാകുകയും ചെയ്യും. കൃതജ്ഞതയുടെ ശക്തി. പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ്. മനുഷ്യ സഹജമായ ഒരു ദൂഷ്യവശമാണ് നെഗറ്റിവിറ്റി ബയാസ്. നമ്മുടെ ജീവിതത്തിൽ 100 നല്ല കാര്യങ്ങൾ ഉണ്ടായാലും നമ്മൾ എപ്പോഴും വിഷമിക്കുന്നത് നമുക്കില്ലാത്ത 1-2 കാര്യങ്ങളെ ഓർത്ത് മാത്രമായിരിക്കും. ഈ ചിന്താഗതി നമ്മളെ പലപ്പോഴും ഒരു പരാതിക്കാരനാക്കി മാറ്റും. ഇതിനുള്ള പ്രതിവിധിയാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് അഥവാ കൃതജ്ഞത രേഖപ്പെടുത്തൽ. നന്ദിയുള്ള മനസ്സ്. ദിവസവും രാത്രി ഉറങ്ങാൻ പോകുന്നതിനു മുൻപ് 10 മിനിറ്റ് എടുത്ത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സന്തോഷം നൽകിയ, അല്ലെങ്കിൽ നിങ്ങൾ പ്രപഞ്ചത്തോടും പ്രകൃതിയോടും നന്ദിയുള്ളവനായിരിക്കുന്ന 3 കാര്യങ്ങൾ ഡയറിയിൽ കുറിച്ചു വെക്കുക. ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള ആധി ഒഴിവാക്കി ഉള്ള കാര്യങ്ങളിൽ നന്ദി പ്രകടിപ്പിക്കുക. ഇന്നെനിക്ക് രുചികരമായ ഭക്ഷണം കഴിക്കാൻ സാധിച്ചു, നന്ദി. എന്നെ എപ്പോഴും പിന്തുണയ്ക്കുന്ന നല്ലൊരു സുഹൃത്ത് എനിക്കൊപ്പമുണ്ട്, നന്ദി. സുരക്ഷിതമായി കിടന്നുറങ്ങാൻ എനിക്കൊരു വീടുണ്ട്, നന്ദി.
വളരെ ലളിതമെന്ന് തോന്നുമെങ്കിലും ഈ ശീലം നിങ്ങളുടെ തലച്ചോറിനെ ജീവിതത്തിലെ പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം തിരഞ്ഞുപിടിക്കാൻ പാകപ്പെടുത്തും. നിങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന ഡിപ്രഷൻ പോലുള്ള മാനസിക ബുദ്ധിമുട്ടുകളെ വേരോടെ പിഴുതെറിയാൻ കൃതജ്ഞത എന്ന ഈ ഒരൊറ്റ ശീലത്തിന് സാധിക്കും. വിചാരങ്ങൾ കുറിച്ചിടാം. ബ്രെയിൻ ഡംപ് ജേർണലിംഗ്. ചില ദിവസങ്ങളിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ മനസ്സിൽ വലിയൊരു ഭാരം അനുഭവപ്പെടാറില്ലേ? ചെയ്യേണ്ട 100 കൂട്ടം ജോലികൾ, കുടുംബത്തിലെ പ്രശ്നങ്ങൾ, ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ, ഇതെല്ലാം കൂടി തലച്ചോറിനെ ഒരു ട്രാഫിക് ബ്ലോക്കാക്കി മാറ്റും. ഇതിനുള്ള ഏറ്റവും മികച്ച മനഃശാസ്ത്രപരമായ പരിഹാരമാണ് ബ്രെയിൻ ഡംപ്. ഒരു കമ്പ്യൂട്ടറിന്റെ റാം ഫുള്ളാകുമ്പോൾ അത് ഹാങ് ആകുന്നത് പോലെയാണ് നമ്മുടെ തലച്ചോറും. മനസ്സിലുള്ള ചിന്തകളെല്ലാം പേപ്പറിലേക്ക് പകർത്തുന്നതിലൂടെ നമ്മൾ തലച്ചോറിന് വിശ്രമം നൽകുകയാണ് ചെയ്യുന്നത്. ദിവസവും രാവിലെ എഴുന്നേറ്റയുടൻ ഒരു പേപ്പറും പേനയും എടുക്കുക. 10 മിനിറ്റ് നേരം നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന എല്ലാ ചിന്തകളും, ഭയങ്ങളും, ദേഷ്യങ്ങളും, പ്ലാനുകളും എഴുതി വെക്കുക. ആരും ഇത് വായിക്കാൻ പോകുന്നില്ല. എഴുതി കഴിഞ്ഞ ശേഷം ആ പേപ്പർ കീറിക്കളയുകയോ ഡയറി അടച്ചു വെക്കുകയോ ചെയ്യാം. മനസ്സിലുള്ളത് എഴുതി കഴിയുമ്പോൾ വല്ലാത്തൊരു ഭാരക്കുറവ് നിങ്ങൾക്ക് അനുഭവപ്പെടും. ഏത് കാര്യത്തിനാണ് ഇന്ന് കൂടുതൽ മുൻഗണന നൽകേണ്ടത് എന്ന കാര്യത്തിൽ നിങ്ങൾക്കൊരു വ്യക്തത ലഭിക്കും. ഡിജിറ്റൽ ഡീറ്റോക്സ്. സ്ക്രീനുകളിൽ നിന്നുള്ള മോചനം. നമ്മുടെ ഉറക്കത്തെയും മാനസിക സമാധാനത്തെയും ഇന്ന് ഏറ്റവും കൂടുതൽ നശിപ്പിക്കുന്നത് സ്മാർട്ട് ഫോണുകളാണെന്ന് പറയേണ്ടതില്ലല്ലോ. ഉറങ്ങാൻ കിടന്നതിനു ശേഷവും ഇരുട്ടത്തിരുന്ന് റീലുകളും ഷോർട്സുകളും സ്ക്രോൾ ചെയ്യുന്ന ശീലം ഭൂരിഭാഗം ആളുകൾക്കുമുണ്ട്. ഫോണിൽ നിന്നുള്ള നീല വെളിച്ചം നമ്മുടെ ശരീരത്തിലെ മെലാട്ടോണിൻ എന്ന സ്ലീപ്പ് ഹോർമോണിന്റെ ഉത്പാദനത്തെ തടസ്സപ്പെടുത്തുന്നു. ഉറങ്ങാൻ പോകുന്നതിന് മുൻപുള്ള 10 മിനിറ്റ് ഫോൺ പൂർണ്ണമായി ഓഫ് ചെയ്യുകയോ ദൂരേക്ക് മാറ്റിവെക്കുകയോ ചെയ്യുക. അങ്ങനെ മനസ്സ് ശാന്തമാകുന്നു, ആഴത്തിലുള്ള ഉറക്കം ലഭിക്കുന്നു, രാവിലെ പൂർണ്ണമായ ഊർജത്തോടെ ഉണരാൻ സാധിക്കുന്നു. ഈ 10 മിനിറ്റ് സമയം നിങ്ങൾക്കൊരു പുസ്തകം വായിക്കാം, നാളത്തെ ദിവസത്തെക്കുറിച്ച് ആലോചിക്കാം, അതുമല്ലെങ്കിൽ ശാന്തമായി കിടക്കാം. ഈ ഒരു ചെറിയ മാറ്റം നിങ്ങളുടെ ഉറക്കത്തിന്റെ ഗുണനിലവാരം, സ്ലീപ്പ് ക്വാളിറ്റി ഇരട്ടിയാക്കി മാറ്റും. ശ്രദ്ധയോടെയുള്ള ഭക്ഷണശീലം. മൈൻഡ്ഫുൾ ഡ്രിങ്കിങ് ആൻഡ് ഈറ്റിംഗ്. നമ്മൾ ഇന്ന് ചെയ്യുന്ന കാര്യങ്ങളിലൊന്നും നമുക്ക് ശ്രദ്ധയില്ല. ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ യൂട്യൂബ് കാണും, ചായ കുടിക്കുമ്പോൾ വാട്സാപ്പ് നോക്കും, നടക്കുമ്പോൾ ഫോണിൽ സംസാരിക്കും. പകരം നിലവിലുള്ള നിമിഷത്തിൽ ജീവിക്കാൻ പഠിക്കുന്നതിനെയാണ് മൈൻഡ്ഫുൾനെസ് എന്ന് വിളിക്കുന്നത്. ചായയോ കാപ്പിയോ കുടിക്കുമ്പോഴോ ഭക്ഷണം കഴിക്കുമ്പോഴോ മറ്റൊന്നിലും ശ്രദ്ധിക്കാതെ അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ചായക്കപ്പ് കയ്യിലെടുക്കുമ്പോൾ അതിന്റെ ചൂടറിയുക, അതിന്റെ സുഗന്ധം ശ്വസിക്കുക. ഓരോ സിപ്പ് കുടിക്കുമ്പോഴും അതിന്റെ രുചി നാവിലറിയുക. 10 മിനിറ്റ് നേരം ആ ചായ കുടിക്കുന്നതിൽ മാത്രം നിങ്ങളുടെ പൂർണ്ണ ശ്രദ്ധ വയ്ക്കുക. വർത്തമാനകാലത്തിൽ ജീവിക്കാൻ തലച്ചോറിനെ പഠിപ്പിക്കുന്ന വലിയൊരു വ്യായാമമാണിത്. ഇത് ഭാവിയെക്കുറിച്ചുള്ള അനാവശ്യമായ ആധിയും കഴിഞ്ഞ കാലത്തെക്കുറിച്ചുള്ള സങ്കടങ്ങളും കുറയ്ക്കാൻ സഹായിക്കും. പ്രകൃതിയോട് ഇണങ്ങിച്ചേരാം. കണക്ട് വിത്ത് നേച്ചർ. നമ്മൾ എപ്പോഴും വീട്ടിലായാലും ഓഫീസിലായാലും 4 ചുവരുകൾക്കുള്ളിലാണ് ജീവിക്കുന്നത്. കോൺക്രീറ്റ് കാടുകൾക്കിടയിലെ ഈ ജീവിതം നമ്മുടെ മാനസികാരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുന്നുണ്ട്. പ്രകൃതിക്ക് മനുഷ്യന്റെ മനസ്സിനെ സുഖപ്പെടുത്താനുള്ള ഒരു പ്രത്യേക കഴിവുണ്ട്. വൈകുന്നേരങ്ങളിലോ പുലർച്ചെയോ 10 മിനിറ്റ് നേരം വീടിന് പുറത്തിറങ്ങി പ്രകൃതിയോടൊപ്പം ചെലവഴിക്കുക. മുറ്റത്തെ പുല്ലിലൂടെയോ മണ്ണിലൂടെയോ ചെരുപ്പില്ലാതെ നടക്കുക. ചെടികളെയും പൂക്കളെയും നോക്കി നിൽക്കുക. ആകാശത്തെ മേഘങ്ങളുടെ ചലനമോ പക്ഷികളുടെ ശബ്ദമോ ശ്രദ്ധിക്കുക. പ്രകൃതിയുമായുള്ള ഈ 10 മിനിറ്റിലെ സമ്പർക്കം നിങ്ങളുടെ ശരീരത്തിലെ സ്ട്രെസ് ലെവൽ വൻതോതിൽ കുറയ്ക്കുകയും പോസിറ്റീവ് എനർജി നിറയ്ക്കുകയും ചെയ്യും. സ്ലോ ഡൗൺ. അല്പം പതുക്കെയാക്കാം. സൈലന്റ് സിറ്റിംഗ് ഓർ ഡു നത്തിങ്. ഒന്നും ചെയ്യാതിരിക്കുക. നമ്മൾ എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം എന്നൊരു നിർബന്ധം നമ്മുടെ തലച്ചോറിനുണ്ട്. നിശബ്ദതയുടെ മൂല്യം. ഇന്ന് 10 മിനിറ്റ് നേരം നിങ്ങൾ ഒരു ജോലിയും ചെയ്യില്ല എന്ന് തീരുമാനിക്കുക. പാട്ട് കേൾക്കരുത്, ഫോൺ നോക്കരുത്, പുസ്തകം വായിക്കരുത്, ആരോടും സംസാരിക്കരുത്. ഒരു മുറിയിലോ ബാൽക്കണിയിലോ ശാന്തമായി ഒരിടത്തിരിക്കുക. 2 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഫോൺ എടുക്കാൻ തോന്നും. വല്ലാത്തൊരു അസ്വസ്ഥത വരും. എന്നാൽ ആ അസ്വസ്ഥതയെ മറികടന്ന് 10 മിനിറ്റ് നിശബ്ദമായി ഇരിക്കാൻ സാധിച്ചാൽ നിങ്ങളുടെ മനസ്സിന്റെ നിയന്ത്രണം നിങ്ങളുടെ കൈകളിലേക്ക് തിരികെ വരും. അനാവശ്യ ചിന്തകളിൽ നിന്നും മനസ്സ് പൂർണ്ണമായും മുക്തമാകും.
മൂന്നാം ഭാഗം ശാരീരിക ആരോഗ്യത്തിന് 15-ാം ദിവസം മുതൽ 22-ാം ദിവസം വരെ. ഇനി നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് ഈ ചിന്തകൾക്കെല്ലാം ജീവൻ നൽകുന്ന നമ്മുടെ ശരീരത്തിലാണ്. നമ്മളിൽ പലരും വലിയ വ്യായാമ മുറകൾ ചെയ്യാനോ ജിമ്മിൽ പോകാനോ പ്ലാൻ ചെയ്യാറുണ്ട്. എന്നാൽ സമയക്കുറവ് കൊണ്ടോ മടി കൊണ്ടോ അത് പാതി വഴിയിൽ ഉപേക്ഷിക്കും. ദിവസവും വെറും 10 മിനിറ്റ് മാത്രം മാറ്റിവെച്ചുകൊണ്ട് നിങ്ങളുടെ ശരീരത്തെ എങ്ങനെ കൂടുതൽ ഊർജ്ജസ്വലവും ആരോഗ്യപ്രദവും ആക്കാം എന്ന് നമുക്ക് നോക്കാം. പ്രഭാത സ്ട്രെച്ചിങ്, മടി മാറ്റാനുള്ള എളുപ്പവഴി. 10 മിനിറ്റ് മോർണിംഗ് സ്ട്രെച്ചിങ്. രാവിലെ എഴുന്നേറ്റയുടൻ ശരീരത്തിന് വല്ലാത്തൊരു കനവും മടിയും അനുഭവപ്പെടാറില്ലേ? മണിക്കൂറുകളോളം നമ്മൾ ഒരേ കിടപ്പ് കിടക്കുന്നത് കൊണ്ട് നമ്മുടെ പേശികളും സന്ധികളും ജോയിന്റ്സ് ആൻഡ് മസിൽസ് കടുപ്പമുള്ളതായി മാറും. ഇതിനെ മാറ്റിയെടുക്കാനും രക്തയോട്ടം വർദ്ധിപ്പിക്കാനുമുള്ള ഏറ്റവും ലളിതമായ മാർഗമാണ് 10 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന സ്ട്രെച്ചിങ്. കിടക്കയിൽ നിന്ന് എഴുന്നേറ്റയുടൻ തന്നെ ചെയ്യാവുന്ന ലളിതമായ ചില സ്ട്രെച്ചിങ് വ്യായാമങ്ങൾ തിരഞ്ഞെടുക്കുക. കൈകൾ മുകളിലേക്ക് ഉയർത്തുക. വിരലുകൾ പരസ്പരം കോർത്ത് കൈകൾ മുകളിലേക്ക് പരമാവധി നീട്ടുക. ഒപ്പം കാൽവിരലുകളിൽ സന്തുലിതാവസ്ഥ പാലിക്കാൻ ശ്രമിക്കുക. കഴുത്തും തോളുകളും പതുക്കെ ക്ലോക്ക് വൈസായും ആന്റി ക്ലോക്ക് വൈസായും തിരിക്കുക. നട്ടെല്ല് വളയ്ക്കുക. പതുക്കെ മുന്നോട്ട് കുനിഞ്ഞ് കാൽവിരലുകളിൽ തൊടാൻ ശ്രമിക്കുക. ഇത് നട്ടെല്ലിന്റെ വഴക്കം അഥവാ ഫ്ലെക്സിബിലിറ്റി കൂട്ടാൻ സഹായിക്കും. ഈ 10 മിനിറ്റ് വ്യായാമം നിങ്ങളുടെ ശരീരത്തിലെ എല്ലാ പേശികളിലേക്കും ഓക്സിജൻ അടങ്ങിയ രക്തത്തെ എത്തിക്കും. നിങ്ങളിലെ അലസത മാറി ദിവസം മുഴുവൻ നിലനിൽക്കുന്ന ഉന്മേഷം ലഭിക്കാൻ ഇത് സഹായിക്കും. ഹോം വർക്കൗട്ട്. ജിമ്മില്ലാതെ ഫിറ്റ്നസ്. വ്യായാമം ചെയ്യണമെങ്കിൽ ജിമ്മിൽ പോകണമെന്നോ വില കൂടിയ ഉപകരണങ്ങൾ വേണമെന്നോ ഇല്ല. നിങ്ങളുടെ സ്വന്തം ശരീരഭാരം ഉപയോഗിച്ച് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന മികച്ച വ്യായാമ മുറകളുണ്ട്. ബോഡി വെയ്റ്റ് എക്സസൈസസ്. ദിവസവും വെറും 10 മിനിറ്റ് കഠിനമായി വ്യായാമം ചെയ്യുന്നത് മണിക്കൂറുകളോളം വെറുതെ നടത്തുന്ന വ്യായാമത്തേക്കാൾ ഫലപ്രദമാണെന്ന് ശാസ്ത്രം പറയുന്നു. 10 മിനിറ്റ് സമവാക്യം. 4 ലളിതമായ വ്യായാമങ്ങൾ 40 സെക്കൻഡ് കൊണ്ട് ചെയ്യുക. 20 സെക്കൻഡ് വിശ്രമിക്കുക. അത് ആവർത്തിക്കുക. പുഷപ്പുകൾ നെഞ്ചിന്റെയും കൈകളുടെയും പേശികൾക്ക് ബലം നൽകുന്നു. സ്ക്വാറ്റുകൾ കാലുകളുടെയും തുടകളുടെയും ശക്തി വർദ്ധിപ്പിക്കുന്നു. പ്ലാങ്ക് വയറിലെ കൊഴുപ്പ് കുറയ്ക്കാനും കോർ പേശികൾ ശക്തമാക്കാനും സഹായിക്കുന്നു. ജമ്പിംഗ് ജാക്സ് ഹൃദയമിടിപ്പ് വർദ്ധിപ്പിച്ച് ശരീരത്തിലെ അനാവശ്യ കലോറി എരിച്ചു കളയുന്നു. ഈ 10 മിനിറ്റ് കൊണ്ട് നിങ്ങൾ നന്നായി വിയർക്കും. ഇത് നിങ്ങളുടെ ശരീരവടിവ് മെച്ചപ്പെടുത്തുക മാത്രമല്ല, ഹൃദയാരോഗ്യം വർദ്ധിപ്പിക്കുകയും ചെയ്യും. കണ്ണുകൾക്ക് വിശ്രമം. 20-20-20 നിയമം. ഇന്ന് നമ്മളിൽ ഭൂരിഭാഗം പേരും കമ്പ്യൂട്ടറിലോ മൊബൈൽ ഫോണിലോ നോക്കിയാണ് ജോലി ചെയ്യുന്നത്. മണിക്കൂറുകളോളം ഈ ചെറിയ സ്ക്രീനുകളിലേക്ക് നോക്കിയിരിക്കുന്നത് കണ്ണുകൾക്ക് അമിതമായ ആയാസമുണ്ടാക്കുകയും തലവേദനയ്ക്കും കാഴ്ചക്കുറവിനും കാരണമാവുകയും ചെയ്യുന്നു. കണ്ണിന്റെ ആരോഗ്യത്തിനായി നേത്രരോഗ വിദഗ്ധർ നിർദ്ദേശിക്കുന്ന ഏറ്റവും മികച്ച രീതിയാണ് 20-20-20 റൂൾ. ഓരോ 20 മിനിറ്റിലും സ്ക്രീനിൽ നിന്നും ശ്രദ്ധ മാറ്റുക. കണ്ണിന്റെ പേശികൾക്ക് വിശ്രമം നൽകുക. 20 അടി ദൂരെയുള്ള ഏതെങ്കിലും ഒരു വസ്തുവിലേക്ക് നോക്കുക. ദൂരക്കാഴ്ചയുടെ കൃത്യത നിലനിർത്തുക. 20 സെക്കൻഡ് നേരം കണ്ണുകൾ ചിമ്മുക. നോക്കി നിൽക്കുക. കണ്ണിലെ വരൾച്ച അഥവാ ഡ്രൈനസ് ഒഴിവാക്കുക. ജോലികൾക്കിടയിൽ ദിവസവും ആകെ കൂടെ ഒരു 10 മിനിറ്റ് ഇതിനായി ബോധപൂർവം മാറ്റിവെക്കുക. ഇത് കണ്ണുകളിലെ ചുവപ്പ് നിറം മാറ്റാനും ദീർഘനേരം തലവേദന ഇല്ലാതെ ജോലി ചെയ്യാനും നിങ്ങളെ സഹായിക്കും. പച്ചക്കറികളും പഴങ്ങളും. മൈൻഡ്ഫുൾ ന്യൂട്രീഷൻ. ആഡ് ഫ്രൂട്ട്സ് ആൻഡ് വെജീസ്. ആരോഗ്യമുള്ള ശരീരം വേണമെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലും മാറ്റം വരുത്തണം. വറുത്തതും പൊരിച്ചതുമായ ഫാസ്റ്റ് ഫുഡുകൾ പൂർണ്ണമായി ഒഴിവാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ആരോഗ്യകരമായ ഒരു ശീലം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. അതായത് ദിവസത്തിൽ ഒരു നേരം പ്രകൃതിദത്തമായ എന്തെങ്കിലും കഴിക്കുക. ആന്റി ഓക്സിഡന്റുകളുടെ ശക്തി. ഭക്ഷണത്തിൽ പച്ചക്കറികളോ പഴങ്ങളോ ഉൾപ്പെടുത്തുന്നത് വഴി ശരീരത്തിന് ആവശ്യമായ വിറ്റാമിനുകളും നാരുകളും ലഭിക്കുന്നു. പഴങ്ങൾ. ദിവസവും വൈകുന്നേരങ്ങളിലോ രാവിലെയോ ഒരു ആപ്പിളോ ഏത്തപ്പഴമോ അല്ലെങ്കിൽ കുറച്ച് പപ്പായയോ മുറിച്ചു കഴിക്കാൻ 10 മിനിറ്റ് മാറ്റിവെക്കുക. സാലഡുകൾ. ഉച്ചഭക്ഷണത്തോടൊപ്പം അല്പം വെള്ളരിക്കയോ ക്യാരറ്റോ തക്കാളിയോ അരിഞ്ഞ് സാലഡ് രൂപത്തിൽ കഴിക്കുക. ഇത് ദഹനപ്രക്രിയ സുഗമമാക്കും. ജങ്ക് ഫുഡ് കഴിക്കാനുള്ള അനാവശ്യമായ ആഗ്രഹം കുറയ്ക്കാനും ചർമ്മത്തിന് സ്വാഭാവിക തിളക്കം നൽകാനും ഇത് സഹായിക്കും.
ശാരീരിക നിലയിലും മാറ്റം വരുത്താം. 10 മിനിറ്റ് പോസ്ചർ കറക്ഷൻ. മണിക്കൂറുകളോളം കസേരയിൽ കുനിഞ്ഞിരുന്ന് ജോലി ചെയ്യുന്നത് കൊണ്ടോ കഴുത്ത് വക്രീകരിച്ച് ഫോൺ നോക്കുന്നത് കൊണ്ടോ ഇന്ന് പലർക്കും നടുവേദനയും കഴുത്തുവേദനയും സർവ്വസാധാരണമാണ്. ബാഡ് പോസ്ചർ നിങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കുക മാത്രമല്ല, നിങ്ങളുടെ ആത്മവിശ്വാസക്കുറവിനെയാണ് മറ്റുള്ളവർക്ക് മുന്നിൽ കാണിക്കുന്നത്. ദിവസവും 10 മിനിറ്റ് ബോധപൂർവം നിങ്ങളുടെ പോസ്ചർ ശരിയാക്കാൻ മാറ്റിവെക്കുക. ഇരിക്കുമ്പോൾ കസേരയിൽ നട്ടെല്ല് വളയ്ക്കാതെ നിവർന്നിരിക്കുക. നിങ്ങളുടെ തോളുകൾ പിന്നിലേക്ക് വിടർന്നിരിക്കണം. ചുവർ വ്യായാമം, വാൾ സിറ്റ് ആൻഡ് സ്റ്റാൻഡ്. ചുവരിലേക്ക് ചാരി നേരെ നിൽക്കുക. നിങ്ങളുടെ തല, തോൾ, ഇടുപ്പ്, മടമ്പ് എന്നിവ ചുവരിൽ മുട്ടിയിരിക്കണം. ഇതേ നിലയിൽ 5 മിനിറ്റ് നിൽക്കാൻ ശ്രമിക്കുക. ഇത് നിങ്ങളുടെ ശരീരത്തിന്റെ സ്വാഭാവിക ഘടനയെ തിരികെ കൊണ്ടുവരും. ചെറുനടത്തം, 10 മിനിറ്റ് പോസ്റ്റ് മീൽ വാക്ക്. ദഹനം എളുപ്പമാക്കാം. ഉച്ചഭക്ഷണത്തിന് ശേഷമോ രാത്രി ഭക്ഷണത്തിന് ശേഷമോ വെറും 10 മിനിറ്റ് പതുക്കെ നടക്കുക. അമിത വേഗതയിലല്ല, വളരെ ശാന്തമായി നടക്കുക. ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് കൂടുന്നത് തടയുന്നു. ഭക്ഷണം കൃത്യമായി ദഹിക്കാനും രാത്രിയിൽ നല്ല ഉറക്കം ലഭിക്കാനും ഈ 10 മിനിറ്റ് നടത്തം സഹായിക്കും. അമിതമായി വണ്ണം വെക്കുന്നത് തടയാൻ ഇതൊരു മികച്ച പ്രതിവിധിയാണ്. ആഴത്തിലുള്ള ശ്വാസോച്ഛ്വാസം, ഡീപ്പ് ബ്രീത്തിങ്. ശരീരത്തിന് ഇന്ധനം ആഹാരം മാത്രമല്ല, ഓക്സിജൻ കൂടിയാണ്. എന്നാൽ നമ്മളിൽ പലരും ശ്വാസം എടുക്കുന്നത് വളരെ ആഴം കുറഞ്ഞ രീതിയിലാണ്, ഷാലോ ബ്രീത്തിങ്. ശ്വാസകോശത്തിന്റെ പൂർണ്ണമായ ശേഷി നമ്മൾ ഉപയോഗിക്കാറില്ല. ഇതിനായി യോഗയിലെ പ്രാണായാമം അല്ലെങ്കിൽ ബോക്സ് ബ്രീത്തിങ് രീതി ഉപയോഗിക്കാം. 4 സെക്കൻഡ് നേരം മൂക്കിലൂടെ ആഴത്തിൽ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. 4 സെക്കൻഡ് നേരം ശ്വാസം ഉള്ളിൽ തന്നെ അടക്കി പിടിക്കുക. 4 സെക്കൻഡ് നേരം കൊണ്ട് ശ്വാസം പൂർണ്ണമായി പുറത്തേക്ക് വിടുക. വീണ്ടും 4 സെക്കൻഡ് ശ്വാസം എടുക്കാതെ നിൽക്കുക. ഈ സൈക്കിൾ 10 മിനിറ്റ് ആവർത്തിക്കുക. ഇത് നിങ്ങളുടെ രക്തത്തിലെ ഓക്സിജന്റെ അളവ് കൂട്ടുകയും തലച്ചോറിനെ ഉണർത്തുകയും ചെയ്യും. ഉയർന്ന രക്തസമ്മർദ്ദം, മാനസിക പിരിമുറുക്കം എന്നിവ നിമിഷനേരം കൊണ്ട് കുറയ്ക്കാൻ ഈ ശീലത്തിന് കഴിയും. നിർജ്ജലീകരണം തടയാം, ഹൈഡ്രേഷൻ. ജോലി തിരക്കുകൾക്കിടയിൽ നമ്മൾ വെള്ളം കുടിക്കാൻ മറന്നു പോകാറുണ്ട്. ശരീരത്തിൽ വെള്ളം കുറയുമ്പോൾ പേശികളിൽ വേദന, ക്ഷീണം, തലകറക്കം എന്നിവ അനുഭവപ്പെടാം. ദിവസവും നിങ്ങളുടെ ഫോണിൽ ഒരു അലാം സെറ്റ് ചെയ്യുക. ഓരോ 2 മണിക്കൂർ കൂടുമ്പോഴും 10 മിനിറ്റ് ബ്രേക്ക് എടുത്ത് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക. ഇത് നിങ്ങളുടെ മെറ്റബോളിസം കറക്റ്റ് ചെയ്യുകയും ശരീരത്തിലെ മാലിന്യങ്ങളെ പുറന്തള്ളാൻ സഹായിക്കുകയും ചെയ്യും. 4-ാം ഭാഗം, ജീവിതം ക്രമീകരിക്കാനും വ്യക്തിത്വം വളർത്താനും. 23-ാം ദിവസം മുതൽ 30-ാം ദിവസം വരെ. വെറും 10 മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ അലസതകളെ മാറ്റിമറിച്ച് ഒരു ലീഡറായി മാറാൻ ഈ അവസാന ഘട്ടം നിങ്ങളെ പ്രാപ്തരാക്കും. ടു ഡു ലിസ്റ്റ്. നമ്മുടെ ദിവസങ്ങൾ പലപ്പോഴും പരാജയപ്പെട്ടു പോകുന്നത് കൃത്യമായ പ്ലാനിംഗ് ഇല്ലാത്തതുകൊണ്ടാണ്. ദിവസവും രാവിലെ 10 മിനിറ്റ് മാറ്റിവെച്ച് നിങ്ങളുടെ ടു ഡു ലിസ്റ്റ് തയ്യാറാക്കുക. ഐസൻഹോവർ മാട്രിക്സ്, ദ 3% റൂൾ. ഒരുപാട് ജോലികൾ എഴുതിവെച്ച് സ്വയം സമ്മർദ്ദത്തിലാകരുത്. നിങ്ങളുടെ ഡയറിയിൽ അന്നത്തെ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ മാത്രം കുറിച്ചു വെക്കുക. ഈ 3 ജോലികൾ തീർത്തതിന് ശേഷം മാത്രമേ മറ്റ് ചെറിയ കാര്യങ്ങളിലേക്ക് കടക്കൂ എന്ന് സ്വയം തീരുമാനിക്കുക. ഇത് നിങ്ങളുടെ സമയം ലാഭിക്കാനും ജോലിസ്ഥലത്തോ പഠനത്തിലോ നിങ്ങളെ മറ്റുള്ളവരെക്കാൾ മുൻപന്തിയിൽ എത്തിക്കാനും സഹായിക്കും. വൃത്തിയുള്ള ചുറ്റുപാട്, ഡീക്ലട്ടർ യുവർ സ്പേസ്. നിങ്ങൾ ജോലി ചെയ്യുന്ന മേശയോ അല്ലെങ്കിൽ നിങ്ങളുടെ കിടപ്പുമുറിയോ അലങ്കോലമായി കിടക്കുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സും അതുപോലെ അലങ്കോലമായിരിക്കും എന്ന് മനഃശാസ്ത്രം പറയുന്നു. ചുറ്റുമുള്ള അനാവശ്യ സാധനങ്ങൾ നിങ്ങളുടെ തലച്ചോറിന് നിരന്തരം നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് ശ്രദ്ധ തിരിച്ചുവിട്ടുകൊണ്ടിരിക്കും. വിഷ്വൽ ഡിസ്ട്രാക്ഷൻ. ദിവസവും വൈകുന്നേരമോ രാവിലെയോ 10 മിനിറ്റ് നിങ്ങളുടെ മേശപ്പുറം വൃത്തിയാക്കാൻ ശ്രമിക്കുക. ഉപയോഗമില്ലാത്ത പേപ്പറുകൾ, പേനകൾ എന്നിവ കളയുക. പുസ്തകങ്ങളും ലാപ്ടോപ്പും കൃത്യമായ സ്ഥാനത്ത് ഒതുക്കി വയ്ക്കുക. ഫോണിലെ അനാവശ്യമായ സ്ക്രീൻഷോട്ടുകളും വാട്സാപ്പ് മീഡിയകളും ഡിലീറ്റ് ചെയ്യുക. ഡിജിറ്റൽ ഡീക്ലട്ടർ. വൃത്തിയുള്ളതും ഭംഗിയുള്ളതുമായ ഒരു അന്തരീക്ഷത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങളുടെ സർഗാത്മകതയും ക്രിയേറ്റിവിറ്റി, ജോലി ചെയ്യാനുള്ള മൂഡും ഇരട്ടിയായി വർദ്ധിക്കും. സാമ്പത്തിക അച്ചടക്കം. ട്രാക്ക് യുവർ ഡെയിലി എക്സ്പെൻസസ്. മാസാവസാനം എൻ്റെ കയ്യിലെ പൈസയൊക്കെ എങ്ങോട്ടാണ് പോയത് എന്ന് ആശ്ചര്യപ്പെടുന്നവർക്കായിട്ടുള്ളതാണ് ഈ ശീലം. ദിവസവും രാത്രി ഉറങ്ങാൻ പോകുന്നതിനു മുമ്പ് വെറും 10 മിനിറ്റ് നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങൾക്കായി മാറ്റിവെക്കുക.
അന്ന് നിങ്ങൾക്കുണ്ടായ ചെറുതും വലുതുമായ എല്ലാ ചെലവുകളും, ചായ കുടിച്ചത്, വണ്ടിയിൽ പെട്രോൾ അടിച്ചതുൾപ്പെടെ ഒരു ഡയറിയിലോ അല്ലെങ്കിൽ മൊബൈൽ ആപ്പുകളിലോ കുറിച്ചു വെക്കുക. ഉദാഹരണത്തിന് മണി മാനേജർ പോലുള്ള ആപ്പുകൾ. ഈ 10 മിനിറ്റ് ട്രാക്കിംഗ് നിങ്ങളുടെ പോക്കറ്റിൽ നിന്നും അനാവശ്യമായി പണം ചോർന്നു പോകുന്നത് തടയും. സാമ്പത്തിക ഭദ്രതയിലേക്കുള്ള നിങ്ങളുടെ ആദ്യത്തെ ചുവടുവെപ്പായിരിക്കും ഇത്. നാളത്തെ ചിന്ത, മുൻകൂട്ടിയുള്ള തയ്യാറെടുപ്പ്. പ്രിപ്പയർ ഫോർ ദ നെക്സ്റ്റ് ഡേ. രാവിലെ എഴുന്നേറ്റ് ഓഫീസിൽ പോകാൻ നേരം വസ്ത്രങ്ങൾ ഇസ്തിരിയിടുക, ബാഗ് തിരയുക, വണ്ടിയുടെ കീ കാണാതെ വിഷമിക്കുക. ഇതൊക്കെ നമ്മുടെ പ്രഭാതങ്ങളെ സ്ട്രെസ് നിറഞ്ഞതാക്കി മാറ്റും. ഇതിനെ മറികടക്കാൻ തലേ ദിവസം രാത്രി 10 മിനിറ്റ് വരാനിരിക്കുന്ന ദിവസത്തിനായി തയ്യാറെടുപ്പുകൾ നടത്തുക. അടുത്ത ദിവസം രാവിലെ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ രാത്രി തന്നെ ഒരുക്കി വെക്കുക. ധരിക്കേണ്ട വസ്ത്രങ്ങൾ ഇസ്തിരിയിട്ട് വെക്കുക. ബാഗ്, ID കാർഡ്, വണ്ടിയുടെ കീ, ഫോൺ ചാർജർ ഇവയെല്ലാം ഒരിടത്ത് എടുത്തു വെക്കുക. നാളെ രാവിലെ കഴിക്കേണ്ട ഭക്ഷണത്തെക്കുറിച്ച് ഒരു ധാരണയുണ്ടാക്കുക. ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് വഴി രാവിലെ എഴുന്നേൽക്കുമ്പോൾ യാതൊരുവിധ ആകുലതകളും ഇല്ലാതെ ശാന്തമായി പോസിറ്റീവ് ചിന്തകളോടെ നിങ്ങളുടെ ദിവസം ആരംഭിക്കാൻ സാധിക്കും. ബന്ധങ്ങൾ പുതുക്കൽ. ഒരു നല്ല കോൾ. കണക്ട് വിത്ത് ലൗഡ് വൺസ്. തിരക്കുകൾക്കിടയിൽ നമ്മൾ പലപ്പോഴും മറന്നുപോകുന്ന ഒന്നാണ് നമ്മുടെ നല്ല ബന്ധങ്ങൾ. സൗഹൃദങ്ങളും കുടുംബ ബന്ധങ്ങളും നന്നായി സൂക്ഷിക്കുന്നത് നമ്മുടെ മാനസിക സന്തോഷത്തിന് വളരെ പ്രധാനമാണ്. ദിവസവും 10 മിനിറ്റ് ആത്മാർത്ഥമായ ഒരു ആശയവിനിമയത്തിനായി മാറ്റിവെക്കുക. ദിവസവും 10 മിനിറ്റ് നിങ്ങളുടെ പഴയൊരു സുഹൃത്തിനെയോ നാട്ടിലുള്ള അച്ഛനമ്മമാരെയോ അല്ലെങ്കിൽ പ്രിയപ്പെട്ട ആരെയെങ്കിലും ഫോണിൽ വിളിക്കുക. വെറുതെ മെസ്സേജ് അയക്കുന്നതിനേക്കാൾ മൂല്യം ഒരാളുടെ ശബ്ദം കേട്ട് സംസാരിക്കുന്നതാണ്. ഇത് നിങ്ങളുടെ സാമൂഹിക ബന്ധങ്ങൾ ദൃഢമാക്കുകയും നിങ്ങൾ തനിച്ചല്ല എന്ന തോന്നൽ നിങ്ങളിൽ ഉണ്ടാക്കുകയും ചെയ്യും. ബോധപൂർവമായ അഭിനന്ദനം. നല്ല വാക്കുകൾ. പ്രൈസ് സംവൺ ഓതന്റിക്കലി. മറ്റുള്ളവരെ ആകർഷിക്കാൻ പണമോ വലിയ പദവികളോ ആവശ്യമില്ല. നിങ്ങളുടെ നല്ലൊരു വാക്ക് മാത്രം മതി. മറ്റുള്ളവരിലെ നല്ല കാര്യങ്ങൾ കണ്ടെത്താനും അവരെ ആത്മാർത്ഥമായി അഭിനന്ദിക്കാനും വലിയൊരു മനസ്സ് വേണം. 10 മിനിറ്റ് മറ്റുള്ളവർക്ക് പോസിറ്റീവ് എനർജി നൽകുക. അഭിനന്ദനത്തിന്റെ മനഃശാസ്ത്രം. ആളുകൾ എപ്പോഴും തങ്ങളെ അംഗീകരിക്കുന്നവരെയും ബഹുമാനിക്കുന്നവരെയും ഇഷ്ടപ്പെടുന്നു. പങ്കാളി ഉണ്ടാക്കിയ ഭക്ഷണം നന്നായിട്ടുണ്ടെങ്കിൽ അത് തുറന്നു പറയുക. ഓഫീസിലെ സഹപ്രവർത്തകന്റെ നല്ലൊരു ജോലിയെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വസ്ത്രധാരണത്തെയോ അഭിനന്ദിക്കുക. സുഹൃത്തുക്കളുടെ കഴിവിനെ പ്രോത്സാഹിപ്പിക്കുക. കപടമായ പുകഴ്ത്തലല്ല, മറിച്ച് ആത്മാർത്ഥമായ അഭിനന്ദനമായിരിക്കണം ഇത്. നിങ്ങളുടെ ഈ ഒരു ചെറിയ ശീലം കാരണം ഒരുപക്ഷെ ഒരാളുടെ ദിവസം മുഴുവൻ സന്തോഷമുള്ളതായി മാറിയേക്കാം. നിങ്ങൾ ഒരു പോസിറ്റീവ് വ്യക്തിത്വമായി സമൂഹത്തിൽ തിരിച്ചറിയപ്പെടും. കണ്ണാടി പരിശീലനം. 10 മിനിറ്റ് മിറർ പ്രാക്ടീസ്. മികച്ച കമ്മ്യൂണിക്കേഷൻ സ്കിൽ പരിശീലിച്ചു നേടിയെടുക്കുന്നതാണ്. ഒരു കണ്ണാടിയുടെ മുന്നിൽ നേരെ നിവർന്നു നിൽക്കുക. നിങ്ങളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി 10 മിനിറ്റ് ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുക. സംസാരിക്കുമ്പോൾ നിങ്ങളുടെ കൈകളുടെ ചലനങ്ങളും മുഖഭാവങ്ങളും ശ്രദ്ധിക്കുക. ശബ്ദത്തിലെ ഉയർച്ച താഴ്ചകൾ, വോയിസ് മോഡുലേഷൻ നിയന്ത്രിക്കാൻ പഠിക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചോ അല്ലെങ്കിൽ പുസ്തകത്തിൽ നിന്നും പഠിച്ച ഒരു കാര്യത്തെക്കുറിച്ചോ സംസാരിക്കാം. ദിവസവും ഈ 10 മിനിറ്റ് പരിശീലനം നിങ്ങളുടെ ഉള്ളിലെ സ്റ്റേജ് ഫിയർ പൂർണ്ണമായി ഇല്ലാതാക്കും. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ വാക്കുകളിൽ ആത്മവിശ്വാസം നിറയും. വിഷൻ വിഷ്വലൈസേഷൻ. ഭാവിയുടെ ചിത്രം. വിഷ്വലൈസ് യുവർ ഫ്യൂച്ചർ സെൽഫ്. ദിവസവും രാവിലെ എഴുന്നേറ്റ ഉടനെയോ രാത്രി ഉറങ്ങാൻ പോകുന്നതിനു മുമ്പോ 10 മിനിറ്റ് കണ്ണടച്ച് ശാന്തമായിരിക്കുക. നിങ്ങൾ ഭാവിയിൽ ആരാകാൻ ആഗ്രഹിക്കുന്നുവോ അത് ഇപ്പോൾ തന്നെ ആയിക്കഴിഞ്ഞു എന്ന് മനസ്സിൽ സങ്കല്പിക്കുക. നിങ്ങൾ ആഗ്രഹിച്ച ജോലി കിട്ടുന്നത്, നിങ്ങളുടെ സ്വപ്ന വാഹനം വാങ്ങുന്നത്, കൂടുതൽ ഫിറ്റും ആകർഷകവുമായി മാറുന്നത് എല്ലാം ഒരു സിനിമ പോലെ മനസ്സിൽ കാണുക. മനസ്സ് കാണുന്ന കാര്യങ്ങളെയാണ് ശരീരം യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കുന്നത്. ഈ 10 മിനിറ്റ് വിഷ്വലൈസേഷൻ നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് വളരെ വേഗത്തിൽ നിങ്ങളെ എത്തിക്കും. ഈ 30 ശീലങ്ങളും ഒന്നിച്ചു ചെയ്യാൻ ഒരിക്കലും ശ്രമിക്കരുത്. ഇതിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമെന്ന് തോന്നുന്ന 1-2 ശീലം മാത്രം ഈ മാസം തിരഞ്ഞെടുക്കുക. മുടങ്ങാതെ വെറും 10 മിനിറ്റ് വീതം ചെയ്യുക. അത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായി കഴിയുമ്പോൾ തൊട്ടടുത്ത മാസം അടുത്ത 3 ശീലങ്ങൾ തിരഞ്ഞെടുക്കുക. അത് മാത്രം ചെയ്യുക. അങ്ങനെ തുടരുക. നിങ്ങളുടെ ജീവിതം മാറ്റി എഴുതാനുള്ള പേന ഇപ്പോൾ നിങ്ങളുടെ കയ്യിലാണ്. മടി മാറ്റിവെക്കൂ. നാളെ മുതൽ വെറും 10 മിനിറ്റ് നിങ്ങളുടെ ഭാവിക്കായി നിക്ഷേപിക്കൂ.
ഒരു പുതിയ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇതുപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നന്ദി.